ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അയില മുളകിട്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും ഉലുവയും ഇടുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്കും എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, 2 തക്കാളി, 10-12 ചെറുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുരിങ്ങയ്ക്ക. ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പച്ചമുളക് ചേർക്കാം. ചെറുള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർക്കാം. ഒരു കപ്പിലേക്ക് കുറച്ച് മഞ്ഞൾ, വലിയ 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. മീൻ വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻകറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി അയില ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. മീൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. അങ്ങനെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഈ പിക്ക് ടാഗ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.